തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തെറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തന്ത്രങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങളിലെങ്കിലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇടതുമുന്നണിക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തേത്, യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന പ്രതീതി എങ്ങനെയാണ് ഇടതനുകൂലികളായ ആളുകളിലേക്ക് എത്തിയത് എന്നുള്ളത് ഇനിയും പാർട്ടി സജീവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാനിപ്പോഴും ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു, ഇക്കഴിഞ്ഞ 10 വർഷം സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ശക്തമായ അഴിമതി ആരോപണം ഉന്നയിച്ച് അത് തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. വകുപ്പുകളുടെ കാര്യം എടുത്തു നോക്കൂ. ഇപ്പോൾ ഈ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ 10 വർഷങ്ങളാണെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ വസ്തുതാപരമായ എന്ത് തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്? ഇപ്പം ധനത്തിൻ്റെ കാര്യത്തിലെടുക്കൂ, ഫിനാൻസ് മിനിസ്റ്ററുടെ കാര്യത്തിലെടുക്കൂ, തോമസ് ഐസക്കിൻ്റെ കാലമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ശരി, തനത് നികുതി വരുമാനത്തിലുണ്ടായ വർധനയടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വകുപ്പിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഈ ഘട്ടത്തിലും അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ല. അതിനു പകരം സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ദേവസ്വം ബോർഡിലെ 2 മുതിർന്ന CPM അനുകൂലികളായിട്ടുള്ള ആളുകൾ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന കാലഘട്ടത്തിലെ ഒരു വലിയ തട്ടിപ്പ്, ആ തട്ടിപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാരിനെതിരെ അഴിമതിയുടെ പ്രതിച്ഛായ ഉണ്ടാക്കുന്നത്. സർക്കാരിൻ്റെ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഈ നിമിഷം വരെയും പ്രതിപക്ഷത്തിന് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അഴിമതിയുടെ ഒരു വിഷയം ആ ഘട്ടത്തിൽ നിൽക്കുന്നില്ല. രണ്ടാമത്തത്, ഗുഡ് ഗവേണൻസിൻ്റെ ഫലങ്ങൾ താഴെത്തട്ടിൽ അനുഭവിച്ച ചില വകുപ്പുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയാം. ഒന്ന് തദ്ദേശ വകുപ്പ്. തദ്ദേശ വകുപ്പിൻ്റെ ഭാഗമായിട്ട് K-സ്മാർട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തി. വകുപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സോഫ്റ്റ്വെയർ മാറ്റുന്നത് സംബന്ധിച്ച്. റവന്യൂ, പട്ടയം ഏറ്റവും കൂടുതൽ വിതരണം ചെയ്ത സർക്കാരുകളിൽ ഒന്നാണ് ഈ കഴിഞ്ഞു പോകുന്ന സർക്കാർ. ചൂരൽമലയിലും മുണ്ടക്കയിലുമാണെങ്കിൽ ഗുഡ് ഗവേണൻസിലെ ഫലം റവന്യൂ വകുപ്പ് എങ്ങനെ അത് ഏകോപിപ്പിച്ചു എന്നുള്ളത്, പരിമിതികൾക്കിടയിലും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അതെങ്ങനെയാണ് അതിജീവിച്ചതെന്നുള്ളത്. അവിടെ ഒരു ടൗൺഷിപ്പ് വരാൻ പോവുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ കഴിഞ്ഞ 10 വർഷമായി പാഠപുസ്തകങ്ങൾ സമയത്ത് കിട്ടാത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളുടെ പേരിൽ വലിയ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടില്ല. അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ പുറത്തിരുന്ന് പഠിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന് നിർമ്മിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റോഡുകളിൽ, പാലങ്ങൾ, ദേശീയപാതയുടെ കാര്യത്തിലല്ല, അതല്ലാതെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇപ്പോൾ വ്യവസായ വകുപ്പാവട്ടെ, വ്യവസായ വകുപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആണ് ഈ സർക്കാർ എന്ന പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, കഴിഞ്ഞ 5 വർഷം കൊണ്ടൊരു വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇല്ലെന്ന് പറയാൻ കഴിയുക? അങ്ങനെയല്ലേ റാങ്കിങ്ങിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്നത്? കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന റാങ്കിങ്ങിൽ പോലും 1ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു. പക്ഷേ ഗുഡ് ഗവേണൻസിൻ്റെ ഈ ഫലങ്ങളൊന്നും തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എവിടെയാണൊരു വിടവുണ്ടായത്? ഇടതുപക്ഷത്തെ പാർട്ടി അംഗങ്ങളല്ല, ഇടതനുകൂലികളായ ആളുകൾ ഇതിനെ എങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള ഒരു പഠനം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന, മറുഭാഗത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഉന്നയിക്കുന്ന ഈ സർക്കാർ വിരുദ്ധ പ്രചരണം എന്ന് പറയുന്ന വെറുത്ത സർക്കാർ എന്ന് പറയുന്നു. അതിദാരിദ്ര്യമുക്തമാക്കിയ സർക്കാരാണോ ഏറ്റവും വെറുക്കപ്പെട്ട സർക്കാർ? പെൻഷൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന വർധനവ് കൊണ്ടുവരികയും സ്ത്രീകൾക്കടക്കമുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകാൻ ശ്രമിക്കുകയും ചെയ്ത സർക്കാരാണോ വെറുക്കപ്പെട്ട സർക്കാർ എന്ന പേരിൽ നമ്മൾ അറിയേണ്ടത്? പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത സർക്കാരിനെയാണോ വെറുക്കപ്പെട്ട സർക്കാർ എന്ന പേരിൽ അറിയേണ്ടത്? ഇങ്ങനെ നേട്ടങ്ങളെല്ലാം എണ്ണിപ്പറയാൻ കഴിയുമെങ്കിലും ഈ നേട്ടങ്ങളല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. പൊതുജനം അത് വിശ്വസിച്ചത്, അഥവാ വിശ്വസിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചത്. പകരം ജനം വെറുക്കുന്ന സർക്കാർ എന്നൊരു ടാഗ് ലൈൻ ഒട്ടിച്ചു കൊടുക്കുന്നു, ഭരണം പൊറുതിമുട്ടി എന്നൊരു ടാഗ് ലൈൻ ഒപ്പിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് വാസ്തവമാണോ എന്നുള്ളത് ആലോചിക്കണം. ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സറണ്ടർ ആയിരിക്കുന്നു. ലേബർ കോഡിൻ്റെ കാര്യത്തിലും PMC വിഷയത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ സംസ്ഥാന സർക്കാരിലെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ പോയി പ്രഖ്യാപനം നടത്തിയത് അന്ന് ഈ സർക്കാരിനോടൊപ്പം ആയിരുന്നില്ല കോൺഗ്രസ് എന്നുള്ളതും പ്രേക്ഷകർ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം വസ്തുതാപരമായി നമ്മുടെ മുന്നിലിരിക്കെ ആ വസ്തുതകളെ മറികടക്കുന്ന ഒരു പ്രചരണത്തെ അതിജീവിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോയത് എന്നുള്ളത് താഴെ തട്ടിൽ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഗുഡ് ഗവേണൻസിൻ്റെ ലേബലിൽ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം വിവാദ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോയതാണോ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നു, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുന്നു. ഈ വിഷയങ്ങളിലേക്ക് എങ്ങനെയാണ് ശ്രദ്ധ പോയത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആണ്ടി വലിയ അടിക്കാരനായിരുന്നു എന്ന്. ആണ്ടി പറഞ്ഞാൽ പോരാ, ആണ്ടി വലിയ അടിക്കാരനായിരുന്നു എന്നുള്ളത് അടി കൊണ്ടയാൾക്കും അത് കണ്ടു നിന്നയാൾക്കും ബോധ്യപ്പെടണം. ഇത് അടിസ്ഥാനമായ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയവർ പ്രധാനമായിട്ടും ഏതിനാണ് പ്രാമുഖ്യം നൽകിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അടിസ്ഥാന വർഗവുമായിട്ടുള്ള, ജനവുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി യഥാർത്ഥത്തിൽ ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിയമസഭ
നിയമസഭയിൽ ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. നോക്കൂ, നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ജനങ്ങൾ ഒരു നേതാവ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഞങ്ങൾ കെ ഫോൺ വഴി എല്ലാവരിലേക്കും ഇന്റർനെറ്റ് കണക്ഷൻ എത്തിച്ചു, പെൻഷൻ വഴി ഞങ്ങൾക്ക് ആ ഇന്റർനെറ്റ് റീചാർജ് ചെയ്യാനുള്ള സംവിധാനവും എത്തിച്ചു. പക്ഷേ ആ ഇന്റർനെറ്റിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താകണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണവുമില്ലാതെ പോയി. ആ കണ്ടന്റ് മറുഭാഗത്ത് വലിയ രീതിയിൽ സർക്കാർ വിരുദ്ധ പ്രചരണമായി വന്നു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാട്ടായിട്ട് വന്നു. സർക്കാർ കൊടുക്കുന്ന തുകയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട സാധാരണ നികുതി പണത്തിൽ നിന്ന് സർക്കാരിൻ്റെ വിഭവങ്ങൾ വിതരണം ചെയ്തതിൽ നിന്ന് കണ്ടന്റ് ആയിട്ട് കിട്ടുന്നത് സർക്കാരിനെതിരെയുള്ള വിമർശനമായിട്ട് വരികയും അത് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു എന്നൊരു നരേറ്റീവ് നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ കിടക്കുന്നു. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതാണ് ഈ ഗുണഭോക്തൃ പദ്ധതികൾ പാളിപ്പോയ എന്നുള്ളത്. നോക്കൂ, അവസാന നിമിഷം ഈ പെൻഷൻ പദ്ധതികൾ പ്രഖ്യാപിച്ചത്, ഒരു മിനി ബഡ്ജറ്റ് എന്ന നിട്ടിൽ പ്രഖ്യാപിച്ചത് ജനങ്ങളിൽ ഒരു സംശയം ഉണ്ടാക്കുന്നതിന് കൂടി കാരണമായിട്ടുണ്ട്. ഇന്നിപ്പോൾ എം മണി പറഞ്ഞ വാചകം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ CPM വലിയ തലവേദനയായിട്ട് തീരുന്നത്. ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കാനിടയും ആകുന്ന തരത്തിലാണ് പ്രചരണം വന്നത്. കിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. 2019 കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തു തുടങ്ങി. 2020 ഏകദേശം 7-8 മാസം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1.5 വർഷം കഴിഞ്ഞു. അതുവരെയും കിറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങൾക്കത് അനുഭവവേദ്യമായി കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇത് 4.5 വർഷം പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇതായിരുന്നു: 4.5 വർഷം നിങ്ങൾ കൊടുത്തില്ല പെൻഷൻ, പക്ഷേ 4.5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് എന്നുള്ളൊരു പ്രചരണം കൂടി ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗുണഭോക്തൃ പദ്ധതികൾ ഗുണം ചെയ്യേണ്ടിയിരുന്നു. അത് 2020 ഗുണം ചെയ്തു. ആ ക്ഷേമ പദ്ധതികൾ യഥാർത്ഥത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കാതെ പോയി. റേവഡി കൾച്ചർ എന്ന് പറയുന്ന മട്ടിലേക്ക് അതിൻ്റെ പ്രചരണം വരികയും ജനങ്ങൾ ആ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രം ഊന്നി സർക്കാരിനെ വിലയിരുത്താതെ പോവുകയും ചെയ്തു. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിൽ ഗുണഭോക്തൃ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനപ്രിയമാകാനുള്ള സർക്കാരിൻ്റെ നീക്കം യഥാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുകയോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടതു സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നോ നടന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇപ്പോഴും കരുതുന്നില്ല മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഇടതു പാർട്ടികൾ കൈയൊഴിയുന്നു എന്നൊരു സന്ദേശമേ വായിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനൊരു പ്രതീതി നിർമ്മാണം നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ആവർത്തിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ മുസ്ലിം തീവ്രവാദം എന്നല്ല പകരം പറഞ്ഞിരിക്കുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ, അതിൽ SDP-യുടെയും ജമാഅത്തയുടെയും പേരാണ് എടുത്തു പറഞ്ഞത്. പക്ഷേ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് മുഴുവൻ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം എന്ന നിലയിലാണ്. അത് ആ സാഹചര്യത്തിൽ വേണ്ടിയിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. 75 വാർഡുകളിൽ മാത്രം വിജയിച്ചു വന്ന ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയൊരു പ്രചരണം നടത്തിയത് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാനാണ് എന്ന പ്രചരണത്തിന് ശക്തി നൽകി. നോക്കൂ, ആകെ ജയിച്ചത് 75 വാർഡുകളിൽ മറ്റുമാണ്. കഴിഞ്ഞ തവണ 65 ആയിരുന്നെങ്കിൽ ഇത്തവണ 75 SDP ആണെങ്കിൽ 100-ലേറെ വാർഡുകളിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ സാധുത ഇപ്പോഴില്ലാത്ത ഒരു വിഷയത്തെ ഊന്നിക്കൊണ്ട് അങ്ങനൊരു പ്രചരണം നടത്തി. ആ പ്രചരണം യഥാർത്ഥത്തിൽ ദോഷം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2020 ഒപ്പം നിന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂട്ടത്തോടെ UDF-നോടൊപ്പം പോകുന്ന സാഹചര്യമുണ്ടായി. മലബാറിൽ അങ്ങനെയാണ് പൂർണ്ണമായിട്ടും വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഇടതുപക്ഷം ദുർബലമായതിൻ്റെ ഒരു കാരണം നമുക്കത് ചൂണ്ടിക്കാണിക്കാം. മറുപക്ഷത്ത് നോക്കൂ, അതാണ് മലപ്പുറത്ത് സംഭവിച്ചത്. ഇനി നോക്കൂ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന. വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് നടത്തിയ മലപ്പുറം കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾക്ക് കൈയിടി കൊടുക്കുന്നു എന്ന തരത്തിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പെരുമാറ്റം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നത് ആ അർത്ഥത്തിൽ ജനങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാതെ പോയി. എന്നാൽ അതോടൊപ്പം ഭൂരിപക്ഷം നിന്നോ എന്നുള്ളതാണ്. ഇവിടെ ഒരു അപകടം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന, തുടർച്ചയായി അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നയാളെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവരുമ്പോൾ കരുതിയത്, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ കരുതിയത്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തേക്കാൾ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഒപ്പം നിൽക്കുമെന്ന് കരുതിയ ആ നീക്കം പിഴച്ചുപോയി എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ പിഴച്ചത് ഏതെങ്കിലും തരത്തിൽ UDF-ന് പോയി എന്നുള്ളതല്ല. ഇതിനൊരു അപകടം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. നിങ്ങൾ വായിച്ച അതേ കാര്യം തന്നെയാണ് തോമസ് ഐസക് പറഞ്ഞ വാചകം. വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു വിഭാഗം ഇടതുപക്ഷത്തിൽ നിന്നും അകലുന്ന അനുഭവം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ശക്തമായി കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇടത് ഹിന്ദുത്വയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം തോമസ് ഐസക് ഉപയോഗിച്ചത് ചെറുതല്ല. ഇപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതാണ് പിണറായി സർക്കാർ എന്നൊരൊറ്റ നെറേറ്റീവ് മതി 2020-ലെയും 2021-ലെയും വോട്ട് ബാങ്ക് മൊത്തം പൊളിഞ്ഞെടുക്കാൻ.
അവിടെ ആ മൃദുഹിന്ദുത്വത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുകയുമില്ല. ഇടതുപക്ഷം എക്കാലത്തും ആത്മാർത്ഥമായി തന്നെ പ്രത്യയശാസ്ത്രപരമായി തന്നെ നിലയുറപ്പിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വരികയുമില്ല. ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്, ഏതെങ്കിലും തരത്തിൽ മുത്തലാഖ് വിഷയത്തിൽ റാലി സംഘടിപ്പിച്ചത്, യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ റാലിയും പ്രചരണവും സംഘടിപ്പിച്ചത് വോട്ട് തട്ടാനല്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരു നേതാവിനെ പ്രോത്സാഹിപ്പിച്ചതിന് ആ ന്യൂനപക്ഷം കൊടുത്തിരിക്കുന്ന ഒരു താക്കീത് കൂടിയാണിത് എന്നുള്ളതാണ്. ഇനഫ് ഈസ് ഇനഫ് എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തുണ്ട്. മറുഭാഗത്ത് അതിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാണ്? അങ്ങനെ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പണി നന്നായിട്ടെടുക്കാൻ കഴിയുന്ന BJP അത് ക്യാപിറ്റലൈസ് ചെയ്യും. അതിൻ്റെ ഫലമാണ് നമ്മൾ കണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യമായി മാറുന്നത്. ഞാൻ ഭയക്കുന്നത് ഈ പിണറായി സർക്കാർ മാറി VD സതീശൻ അധികാരത്തിൽ 2026 വരും എന്നുള്ളതിനെ ഞാൻ ഭയക്കുന്നതേയില്ല. അധികാരമാറ്റം എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഈഗോയുള്ള കേരളത്തിൽ സാധാരണ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുമുന്നണിയും രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഈഗോയുള്ള മനസ്സാണ് കേരളത്തിൻ്റെത്. അവിടെ ഭരണ തുടർച്ച എന്നുള്ളത് വളരെ അതിസാഹസികമായി മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് പിണറായി വിജയൻ നേടിയത്. പക്ഷേ അതിന് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ 2021 ജനപ്രിയതയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒന്ന് ജനങ്ങൾക്ക് അനുഭവവേദ്യമാവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ ഷോർട്ട് കട്ടുകളിലൂടെ നിങ്ങൾക്ക് നേരിടാൻ കഴിയില്ല. ആ ഷോർട്ട് കട്ട് അത് ജനപ്രിയ പദ്ധതികളാണെങ്കിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതൊരിക്കൽ കൂടി തെളിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് തലസ്ഥാനം ഇന്നിപ്പോൾ BJP പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ നീക്കമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. തല വീണാൽ ഉടൽ വീഴും എന്നുള്ളതാണ്. ഉടൽ വീഴുന്നതിന് മുൻപ് ആ 2026 പിണറായി വിജയന് പകരം VD സതീശൻ മുഖ്യമന്ത്രി ആയാലും 2031 സംഭവിക്കാൻ പോകുന്നത് അവിടെ മുഖ്യ പ്രതിപക്ഷമായി BJP ഉണ്ടാവുകയും 2036 BJPയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഭയപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇടതിന്റെയും ഐക്യജനാധിപത്യത്തിനാണ് ഭയക്കുന്നത്. BJPക്ക് എന്താ ഭരിക്കാൻ കാരണമുണ്ട്. സമാധാനത്തോടു കൂടി ബാങ്ക് വിളിയും അയ്യപ്പനെ അതെല്ലാം അവിടെ ഉണ്ടാവും. സ്വർണ്ണപ്പാളി എന്തായാലും വാവർ അയ്യപ്പന്റെ ശത്രുവല്ല എന്ന് പറയുന്ന തെറ്റായ നറേറ്റീവാണ്. ഞാൻ പറഞ്ഞു തീർത്തിട്ട് സുജയ്ക്ക് ഇടപെടാം. ആദ്യം സഹിഷ്ണുത പഠിക്കും. ഇതാണ് പ്രശ്നം. താങ്കൾ ഇല്ലാത്ത കാര്യം 2036 BJP അധികാരത്തിൽ വന്നാൽ എന്താണ് ഉദാഹരണം കണ്ടത്? നിങ്ങളുടെ ഫ്രീ സ്പീച്ച്, നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള സംസാരം, നിങ്ങളുടെ മതേതരത്വമായിട്ടുള്ളൊരു സെക്യുലർ ഫാബ്രിക് അത് തകർന്ന് തരിപ്പണമാവും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ BJP അധികാരത്തിൽ വന്ന ഓരോ സ്റ്റേറ്റിലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ബീഫ് ഒരാളെയും തല്ലിക്കൊല്ലില്ല കേരളത്തിൽ. നിങ്ങൾക്ക് പൊറോട്ടയും ബീഫും ഇവിടെ സമാധാനത്തോടു കൂടി കഴിക്കാൻ പറ്റും. 2036 അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? മാനവീയം വീതിയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജാതിയും മതവും ചോദിച്ച് ആരും വരില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ബുൾഡോസർ കയറ്റി ആരും ഇവിടെ വലിച്ചുഴയ്ക്കാൻ വരില്ല. ഇത് കേരളമാണ് എന്ന് പറയും. കേരളത്തിൻ്റെ മനസാക്ഷിയുടെ ഒരു ഇടത് സ്വഭാവം അല്ലെങ്കിൽ മാനവിക സ്വഭാവം ഉണ്ടായിരുന്നു. അതിനെ നശിപ്പിക്കുന്ന സെക്യുലർ ഫാബ്രിക്കായിട്ട് BJPയുടെ വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ അത് ഭയക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ VD സതീശൻ അധികാരത്തിൽ വരുന്നതോ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുന്നതോ അല്ല. പക്ഷേ ഈ മൃദുഹിന്ദുത്വ സമീപനം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPയുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ, അതിനൊരു ഏണിയായി മാറുകയാണെങ്കിൽ അതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടതും മൂല്യത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ആശയമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഈ 4 മാസമേ ഉള്ളൂ. അതെങ്ങനെ സാധ്യമാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതല്ല. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രകടമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് കേരളത്തിലുടനീളം പ്രകടമാണ് എന്നൊക്കെ പറയുമ്പോൾ BJPയുടെ വളർച്ചയെ ഒരു പരിധിക്കും അപ്പുറത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് എന്നുകൂടി കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. അത്ര വളർച്ച BJPക്ക് പലയിടങ്ങളിലുമുണ്ടോ? പൊളിറ്റിക്കൽ വോട്ടിംഗ് നടന്ന മേഖലകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം എടുത്തു നോക്കൂ. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ആകെ നേടിയത് 2 വാർഡുകളാണ്, 2 ഡിവിഷനുകളാണ്. ആ 2 ഡിവിഷനുകളിൽ ഒരെണ്ണം പോയി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ BJPക്ക് 1 ഡിവിഷനേ ഉള്ളൂ. 2 ഡിവിഷൻ 1 ഡിവിഷൻ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നതാണ്. അതേസമയം CPMന് 7 ജില്ലാ പഞ്ചായത്തുകളിൽ മേധാവിത്വമുണ്ട്. UDFന് 7 പഞ്ചായത്തുകളിൽ മേധാവിത്വമുണ്ട്. 7-7 എന്നുള്ളതാണ് കണക്ക്. എന്നാൽ നോക്കൂ, 2010 8-6 എന്നുള്ളതായിരുന്നു കണക്ക്. അന്ന് 6 ജില്ലാ പഞ്ചായത്തുകളാണ് LDFനോടൊപ്പം ഉണ്ടായിരുന്നത്. അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് പൊളിറ്റിക്കൽ വോട്ടിംഗ് നടന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലുള്ളത്. അതൊന്ന്. രണ്ടാമത്തത് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയിൽ വലിയ സാന്നിധ്യമായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അന്ന് 2 മുനിസിപ്പാലിറ്റി, ഇന്നും 2 മുനിസിപ്പാലിറ്റി. അന്ന് പന്തളവും പാലക്കാടുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഇക്കുറിയത് പാലക്കാടും തൃപ്പൂണിത്തുറയുമായിട്ട് മാറി. എത്ര വാർഡിൻ്റെ വ്യത്യാസം ഉണ്ടായി? നഗരസഭയിൽ അന്നുണ്ടായിരുന്നത് 320 വാർഡ്, ഇപ്പോൾ അത് എത്രയെന്നറിയാമോ? 324 വാർഡ്. കേവലം 4 വാർഡിൻ്റെ മാത്രം മാറ്റമേ നഗരസഭയിലുള്ളൂ. എന്ന് പറഞ്ഞാൽ BJPയുടെ വളർച്ച തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത്
അതിഭയാനകമായ വളർച്ച നേടിയിരിക്കുന്നോ BJP വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നോ എന്നെനിക്ക് അഭിപ്രായമില്ല. കോർപ്പറേഷന്റെ കാര്യത്തിൽ ശരിയാണ്, 59 നിന്ന് അത് 93 മാറിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ 265 വാർഡുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഓർമ്മിക്കണം, അപ്പോഴും 2000 വാർഡിലേക്ക് കടക്കാൻ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല. 1182 നിന്ന് 1447 മാറുക മാത്രമാണ് ചെയ്തത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ 37 നിന്ന് 54 ആവുക മാത്രമാണ്. കേവലം 17 വാർഡുകളിൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഏതൊരു ചെറിയ മാറ്റവും നമ്മുടെ സെക്യുലർ ആയിട്ടുള്ള ഫാബ്രിക്കിനെ നശിപ്പിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് 2026-ലും 2031-ലും നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തലസ്ഥാനം വേണ്ടത് ചെറിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല. ഒരു BJPയുടെ മേയർ തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ കോർപ്പറേഷൻ വീട് തലസ്ഥാനം അതാണല്ലോ. ഇപ്പോൾ ബാംഗ്ലൂർ പിടിക്കുന്നതോടുകൂടി കർണാടക പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ആദ്യം തലയിലേക്കാണ് നോക്കുക. അതുകൊണ്ടാണ് തൃശ്ശൂർ പിടിച്ചിട്ട് ഇത്തവണ തൃശ്ശൂർ പോയി. തൃശ്ശൂർ കിട്ടിയില്ല. കോർപ്പറേഷൻ പിടിച്ചില്ല. തിരുവനന്തപുരം ജില്ല അത് ഞാൻ പറയാം. ഒരു സീറ്റില്ല. അതെ, തലസ്ഥാനം ജില്ലയല്ല കേട്ടോ, അത് പറയണം, അത് ശരിയാണ്. ഇനി തലസ്ഥാനം കോർപ്പറേഷൻ വിട്ടുകഴിഞ്ഞാൽ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ജില്ലയിലേക്ക് LDFന്റെ 4 മുനിസിപ്പാലിറ്റിയിലും മികച്ച പെർഫോമൻസ് LDFന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ തവണ 2 മുനിസിപ്പാലിറ്റി വർക്കലയും നെയ്യാറ്റിൻകരയുമാണെന്ന് തോന്നുന്നു ഭൂരിപക്ഷമില്ലായിരുന്നു, കേവല ഭൂരിപക്ഷമില്ല. ഇവിടെ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കി. അതായത് കോർപ്പറേഷന് പുറത്ത് കിടക്കുന്ന 4 നഗരസഭകളിലും LDF ആണ്. ജില്ലാ പഞ്ചായത്തിൽ BJPക്ക് ഒരു ഡിവിഷൻ പോലും ഇല്ല. അപ്പൊ തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ ഗ്രാമീണ മേഖലയിൽ ആ അർത്ഥത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോളൂ, അങ്ങനെ പറയുമ്പോഴും ഇടത് വോട്ടുകളാണ് BJPയിലേക്ക് പോകുന്നത് എന്ന സുജിയുടെ നരേഷനെ ഞാൻ പിന്താങ്ങുന്നുണ്ട്. അതിനൊരു ഉദാഹരണം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭയക്കേണ്ട ബാക്കി പത്രം. അത് കണ്ണൂരിൽ നിന്നുള്ള കണക്കാണ്. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. കണ്ണൂരിൽ CPMന്റെ 2 കോട്ടകൾ, അതിലൊന്ന് പാപ്പിനിശ്ശേരിയും മറ്റൊന്ന് ചിറ്റാരിപ്പറമ്പുമാണ്. ഈ പാപ്പിനിശ്ശേരിയിലും ചിറ്റാരിപ്പറമ്പിലും ഒരിക്കലും BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ലെന്ന് കരുതി അവിടെ ഓരോ വാർഡുകൾ വീതം BJP ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇടത് കോട്ടയാണ് എന്ന് ഓർമ്മിക്കണം. മറ്റൊന്ന് കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിയിൽ 8 LDF തന്നെ ജയിച്ചു, CPM തന്നെ വിജയിച്ചു. പക്ഷേ 8 2ാം സ്ഥാനത്ത് വന്നത് BJP ആണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഇതൊരു വലിയ ഭീഷണിയായി ഇടത് കോട്ടയെ പൊളിക്കാൻ കിടക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയാം, കരിവള്ളൂർ ഇടതിൻ്റെ കോട്ടയെന്ന് മാത്രമല്ല ഇടതിൻ്റെ മണ്ണാണ്. കരിവള്ളൂരിലുള്ള ഒരു വാർഡിൽ 2ാം സ്ഥാനത്തെത്തിയതും BJP ആണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും ഭയാനകമായ സൂചന. അല്ലാതെ ഐക്യജനാധിപത്യ മുന്നണി വരും, കോൺഗ്രസ് വരും എന്നുള്ളതല്ല. അത് 2024 ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഈ സ്ട്രാറ്റജി ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ആണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അപ്പോൾ തന്ത്രങ്ങൾ തെറ്റൂ എന്ന ചോദ്യത്തിന് എൻ്റെയും ടേക്ക് തന്ത്രങ്ങൾ തെറ്റി എന്നാണ്. Meet the editors.